അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കണി വെക്കാൻ ഉണ്ണിയപ്പം ചുട്ടിട്ടാണ്. കുറച്ച് കായ് കാച്ചിയതും ഈത്തപ്പഴം കാച്ചിയതും പിന്നെ കേങ്ങ് പൊടി അതാണ് ആക്കിയത് കേട്ടോ. ഉണ്ണിയപ്പം എനിക്ക് അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്കിയിട്ടാണ്. നമുക്ക് ടാങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പാത്രത്തിലെല്ലാം പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് വെള്ളം ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് തെങ്ങ് വീണുകൊണ്ട് ടാങ്കി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ടാങ്കിൻ്റെ പൈപ്പ് പൊട്ടിയത്, ടാങ്കിയല്ല. അപ്പോൾ പിന്നെ വെള്ളം കയറ്റാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ പിടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അരേട്ടൻ പണിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നേരാക്കിയത്. അരേട്ടൻ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പണിയെടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് മക്ക പോയിട്ട് കണിക്കൊന്നെല്ലാം പറിച്ചിട്ട് വന്നിന്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോയിട്ടാണ് അവർ കണിക്കൊന്ന പറിച്ചത്. അവർ പോയിട്ട് വരുമ്പോൾ അമ്മ കുറച്ച് ഉണ്ണിയപ്പം അപ്പയുടെ കയ്യിൽ കൊടുത്തയച്ചിന്. അച്ഛമ്മക്കും ചന്ദ്രപാപ്പൻ്റെ ആടെ സൂര്യപിഴമ്മക്കും പ്രീതാൻ്റിക്കും മല്ല 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 ഓരോന്നോരോന്നായിട്ട് എടുക്കും. ബാക്കി നിങ്ങൾ കൊണ്ടുകൊടുത്തിട്ട് വാ. നമുക്ക് ഇവിടെ ഇപ്പുറം അവിടെ കൊട്ടയിലിട്ടിട്ട് വേണ്ട, ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ പൊട്ടാവും മനെ. ഇല്ല അതൊന്നും ആയില്ല, ഇപ്പൊ പറിച്ചല്ലേ ഒന്നും ആയില്ല. കണ്ണനി ഇല മുറിച്ചുകൊണ്ടിരിക്കുന്നത് കണി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയാണ് കേട്ടോ. തേങ്ങ ഒലിച്ചുകൊണ്ട് വെച്ചു, പിന്നെ ചക്ക അതെല്ലാം പറിച്ചുകൊണ്ട് വെച്ചു. അപ്പോഴത്തേക്ക് അമ്മ വന്നു അപ്പുറത്തുനിന്ന്. അപ്പോൾ ഞാൻ ചുട്ടപ്പം അമ്മക്ക് കൊടുക്കുന്നത്. അപ്പം ചുടുന്നതിൻ്റെ അടുത്ത് നിന്ന് അമ്മേനോട് വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ആകുമ്പോഴത്തേക്ക് അപ്പം അടുപ്പിൽ വെച്ചത് ഓർമ്മയില്ല. നോക്കുമ്പോഴത്തേക്ക് അപ്പം കുറച്ച് കരിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ അപ്പോലും ചുട്ടിട്ട് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നത് അപ്പുറം അതിൻ്റെ അണിയും അമ്മേൻ്റെ അടുത്തെല്ലാം കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോട്ടയിലെടുത്ത് കൊണ്ടുവന്നത്. മറ്റപ്പൊന്നും കൊടുത്തിട്ട് അതെല്ലാം അവരവിടെ വീട്ടിൽ ചുട്ടിന്. അതുകൊണ്ട് പിന്നെ അത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയപ്പം മാത്രമേ കൊണ്ടുകൊടുത്തിട്ടു. അവിടെ അപ്പെല്ലാം കൊണ്ടുകൊടുത്തിട്ട് വന്നിട്ട് കുറച്ച് വെണ്ടക്കായി പറിക്കാനുണ്ടായിന്. കണി വെക്കാനായല്ലോ എന്ന് പറഞ്ഞിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോഴത്തേക്ക് കുറേ മൂത്തിട്ട് പോയിന്. 2 ദിവസമായി പറിക്കാത്തത്, അതുകൊണ്ട് അധികം മൂത്തിന്. നല്ലത് പറിച്ചിട്ട് വന്നു, പിന്നെ കണി വെക്കാനായി അറിഞ്ഞിട്ട്. എന്താ അങ്ങനെ പായുന്നേ? ഇപ്പൊ പാപ്പ പായും. അമ്മേ
ആദ്യം കൊണ്ടുവന്ന വെടി പോരാഞ്ഞിട്ട് അതിലേ പോയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്രയെല്ലാം. അതിന് ചെറിയൊരു മാലപ്പടക്കം എടുത്തിട്ട് പാപ്പനോണ്ട് കൊടുക്കാൻ പോയതാണ്. അതല്ല നാളെ രാവിലെ ഇന്നത് പൊട്ടിക്ക് ചെറുത് നാളേക്ക് വന്നിരുന്നു കഴിഞ്ഞു. ആർന്നെ വിട്ടത് 24 ഉണ്ട്. മാല ഒറ്റത് അപ്പൊ നന്ദു കൊടുത്തു, നന്ദു കൊടുത്തണേ. അപ്പൊ ഇവിടെ വന്നിട്ടപ്പോ ഇതിന്റെ തല അങ്ങോട്ട് വലിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അതിന്റെ അടുത്ത് കടിച്ച ടോർച്ച് മിന്നു റിസ്ക് എടുത്തൂടാ. എന്താ കുഞ്ഞ് എന്തെങ്കിലും ആയെങ്കിലും ഇല്ലേ പിന്നെ അങ്ങോട്ട് എത്ര കണ്ടത് എടുത്തേക്കില്ല ഇങ്ങനെ പിടിച്ച് ലാസ്റ്റ് വെച്ചാൽ മതി ഉണ്ട്. പേടിക്കാനില്ല, കയ്യിൽ പിടിച്ചാൽ മതി. അങ്ങനെ ദൂരം പിടിച്ചോ. താഴെ നിൽക്ക്, താഴെ എല്ലാരും താഴെ നിന്നിട്ട് കത്തിക്ക്. വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. അവരവിടെ വെടി പൊട്ടിക്കുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് കുറച്ച് പച്ചക്കറിയെല്ലാം മുറിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അടുക്കളക്ക് വന്നു കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ അമ്പലത്തിലെല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വൈകുന്നില്ലേ, മുറിച്ചേക്കുന്നത് കുറച്ച് പണി ലാഭമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മുറിച്ചേക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കില്ലേ പിന്നെ കണിയെല്ലാം ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട്. വെടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വിഷ്ണു വന്നിട്ട് ഉള്ളിൽ തോർത്തുന്നതാണത്. എന്താ വെച്ചെങ്കിൽ നേരത്തെ തോർത്തിയതാണ്, പിന്നെ വീട്ടിൽ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ്, ജില്ല ആയതുകൊണ്ട് തന്നെ ആ പൊടി പറ്റ ഉള്ളിലേക്ക് വരുന്നത്. കണ്ണനും വന്നു കേട്ടോ എന്നെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുറിക്കാൻ കൂടാന്ന് പറഞ്ഞിട്ട് കൂടണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടാണ്. പിന്നെ കുറച്ച് ക്യാരറ്റും ഉള്ളിയെല്ലാം മുറിച്ച് തന്നു. പിന്നെ കൂട്ടിറക്കിലെ കട്ടിലാണ് കേട്ടോ അവൻ പൊതിർക്കുന്നില്ലത്. അത്
പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടായിട്ട് പിന്നെ നമുക്ക് അണിയൊരുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. കണിയെല്ലാം ഒരുക്കി വെച്ചിട്ട് കിടന്നെങ്കിൽ പിന്നെ രാവിലെ എണീച്ചിട്ട് വിളക്ക് മാത്രം കത്തിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് കണി ഒരുക്കി വെച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.